ബഹുമാനപ്പെട്ട കേരള VC-യുടെ ആ പ്രസ്താവന വളരെ ഖേദകരമാണ്. ഇതുപോലെ ഒരു സ്ഥാനത്തിരിക്കുന്ന വൈസ് ചാൻസലർ ഇത്തരത്തിൽ തരംതാണ നിലയിലേക്ക് പ്രതികരണം നൽകുന്നുവെന്ന് പറയുന്നത് മലയാളിക്ക് തന്നെ അപമാനകരമായ ഒന്നാണ്. രാജ്യത്ത് ഏറെ ചർച്ചയായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ നേതാക്കന്മാരുമെല്ലാം വളരെ വിപുലമായ ചർച്ചയ്ക്ക് ഒടുവിലാണ് വന്ദേ മാതര ഗാനത്തിൻ്റെ താഴോട്ടുള്ള വരികളിലേക്ക് കടക്കണ്ട എന്ന് തീരുമാനിച്ചത്. എന്നാൽ ഇന്ന് പുതിയ കാലഘട്ടത്തിൽ പുതിയ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ മേഖലയും വർഗീയവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ജനങ്ങളെ വർഗീയമായി വേർതിരിക്കാൻ പറ്റിയ ഒരവസരമായി ഈ ഗാനത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് നിർഭാഗ്യകരമാണ്, ഒഴിവാക്കേണ്ട ഒന്നാണ്. ജനങ്ങളെ വിഘടിപ്പിക്കാൻ, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, ജനങ്ങളെ ചേരിതിരിക്കാൻ, തമ്മിലടിപ്പിക്കാൻ മാത്രമായി അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിന് ഈ അവസരം വിനിയോഗിക്കരുതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ പുതിയ ഗവൺമെൻറ്, UDF-ൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇത്തരം വിഷയങ്ങളിലാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഭരണപരമായ വിഷയങ്ങളിൽ പോലും ഒരു നിലപാടെടുക്കാതെ ഒഴിഞ്ഞു മാറാനും അതിനോട് ചേർന്ന് നിൽക്കാനുമുള്ള പരിശ്രമമാണ് കാണുന്നത്. എല്ലാ വിഷയങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റിനെ വെറുപ്പിക്കാൻ പാടില്ല എന്ന നിലപാടാണ് ബഡ്ജറ്റ് സ്പീച്ചിൽ പോലും നമുക്ക് കേൾക്കേണ്ടി വന്നത്. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുന്ന കാര്യത്തിൽ അക്കാര്യങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്ന ഒരു ഗവൺമെൻറ്, BJP-യുടെ ഒരു B പാർട്ടാണ് പല കോൺഗ്രസ് സുഹൃത്തുക്കളും എന്നുള്ള വിമർശനം ശരിയായി മാറുന്ന ഒരു ചിത്രമാണ് ഈ ഭരണരംഗത്ത് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെങ്കിലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെങ്കിലും വിദ്യാഭ്യാസ വിഷയങ്ങളിൽ ആ നിലപാട് മാറ്റണം, തിരുത്തണം. ശക്തമായി കേരളത്തിൻ്റെ ഒരു പൊതു താൽപ്പര്യം ഉയർത്തിക്കാട്ടണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്നലെ ദിനത്തിൽ രാജ്യത്തെമ്പാടും BJP-യും RSS-ഉം വന്ദേ മാതരം അടക്കമുള്ള വേദിയാക്കാനുള്ള പരിശ്രമത്തെ അതിനോട് അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ AICC ഓഫീസ് മുതൽ താഴോട്ട് കാണാൻ കഴിഞ്ഞത്. കേരളത്തിൽ കുറച്ചെങ്കിലും അറച്ചു നിൽക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ, മതേതര വിശ്വാസികൾ ശക്തമായ നിലപാടുണ്ട് എന്ന് കണ്ടതുകൊണ്ട് അതിനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രമാണ് കുറച്ചെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് സുഹൃത്തുക്കൾ ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടിൽ നിന്ന് മാറാൻ കുറച്ച് അകന്നു നിൽക്കാൻ തയ്യാറായതെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. BJP-യുടെ സ്ഥാനാർത്ഥികളും BJP-യുടെ ഓഫീസ് സെക്രട്ടറിമാരും ഒന്നിനു പിറകെ ഒന്നായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ഇത്രയധികം പണമൊഴുക്കിയ BJP-യുടെ നിലപാടിനെ അന്ന് തന്നെ ഞങ്ങൾ ചോദ്യം ചെയ്തതാണ്. ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് കോടാനുകോടി രൂപ ചിലവഴിച്ച് വോട്ട് പർച്ചേസ് ചെയ്യാനുള്ള പരിശ്രമമാണ് നടത്തിയത്. ജനങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് മാത്രമാണ് അധിക കേന്ദ്രങ്ങളിൽ BJP-ക്ക് വിജയിക്കാൻ കഴിയാത്തത്. അത് ഫണ്ട് വന്നത് പുറത്തു പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഓരോ നിലവാരത്തിലും ആ ഫണ്ട് മറിച്ചു എന്നുള്ളത് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. അത് ഇനി വരും ദിവസങ്ങൾ കൂടുതൽ വ്യക്തതയോടുകൂടി പുറത്തു വരുമെന്നാണ് കാണുന്നത്.